മുത്തപ്പൻ്റെ മുന്നിലാണ് വെക്കുന്നത്. പിന്നെ കാലത്താണ് ഞങ്ങൾ വന്നു. അപ്പോൾ തിരുവമ്പന വഴിപാടൊക്കെ കാണാൻ പറ്റി. മുത്തപ്പനെയൊക്കെ ശരിക്കും കാണാനും തൊഴാനൊക്കെ ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ എല്ലാവരും കണ്ട് ഞങ്ങൾ തൊഴുതു, വഴിപാടൊക്കെ കഴിച്ചു. എന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ഞങ്ങൾ വന്നത് കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ. ഞങ്ങൾ പേടിച്ചായിരുന്നു. ഒരു 7 മണി 6:30 ടൈമിലാണ് ഇവിടുത്തെ പരിപാടി, തിരുവമ്പന പരിപാടിയൊക്കെ കഴിയണേന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നു കറക്റ്റ് സമയത്ത് മുത്തപ്പനെ കാണാനും എല്ലാ പരിപാടിയും കാണാൻ ഞങ്ങൾക്ക് പറ്റി കേട്ടോ. അതെ, കറക്റ്റ് ടൈമിലായതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റി. പിന്നെ മെയിൻലി ഇവിടെ ഞാൻ ആക്ച്വലി റീലിലൊക്കെയാണ്. പിന്നെ എനിക്ക് പണ്ട് എങ്ങനെ നമ്മൾ വന്നിട്ടുണ്ടോ? നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷെ ചെറുതായിട്ട് വന്ന ഓർമ്മ എനിക്കുണ്ട്. പക്ഷെ നമ്മൾ ഈ പരിപാടിക്കൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കും ആണ് ഈ പരിപാടി നമ്മൾ നേരിട്ട് ഫുള്ളായിട്ട് നിന്ന് കാണുന്നതും. ഞാനും വന്നതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല. പക്ഷെ ഇവിടുത്തെ പ്രസാദം എനിക്ക് ഓർമ്മയുണ്ട്, പയറും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് തരുന്നത്. അപ്പൊ അത് കഴിക്കണമായിരുന്നു ഞാൻ മെയിൻലി വന്നത് കേട്ടോ. അപ്പൊ എന്തായാലും അതും കഴിച്ചു. ഇനിയിപ്പോ ബാക്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് പുഴയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. പിന്നെ ഇവിടെ ഉണ്ടല്ലോ നിറയെ പട്ടികളാണ്. ഇവിടെ ഞങ്ങൾ വന്നപ്പോ തന്നെ ഒരു അടിപൊളി പട്ടി, എന്ത് രസമായിരുന്നു അതിനെ കാണാൻ. അതിനെ കണ്ടപ്പോ ഭയങ്കര ഒരു പട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ മുത്തപ്പന്റെ ഈ ക്ഷേത്രത്തിന് ചുറ്റും പട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്ത് വരെ വരുന്നുണ്ട്. അകത്ത് വരെ ഇത്രയും ഡോഗ്സിന് പ്രാധാന്യം. പിന്നെ അവര് നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാൻ അങ്ങനെ ഒന്നും ഇല്ലാത്തോളം നമുക്കും പേടിയൊന്നുമില്ല. എനിക്കും അങ്ങനെ ഇച്ചിരി പേടിയുള്ള ടൈപ്പിലാണ്. എന്നാലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മുൻകാലങ്ങളിൽ ഇവിടെ കള്ളും അതുപോലെ തന്നെ ചുട്ട ഉണക്കമീനും പ്രസാദമായി കൊടുത്തിരുന്നു. എന്നാൽ ഇന്ന് അതിന് പകരമായിട്ട് വേവിച്ച വൻപയറും തേങ്ങാക്കൊത്തും ഒരു പ്രത്യേക രീതിയിലുള്ള പാൽച്ചായയുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ പാൽച്ചായയിൽ ഏതാനും കുറേ ഔഷധ കൂട്ടുകളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇരിപ്പിടങ്ങളാണ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ഈ പ്രസാദങ്ങളൊക്കെ വാങ്ങി കഴിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നായ്ക്കൾക്ക് നൽകുന്ന ബഹുമാനവും സ്നേഹവും തന്നെയാണ്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് നായ്ക്കളെ കാണാൻ പറ്റും. നമ്മളെ സ്വീകരിച്ച് കൊണ്ടുവരുന്നത് തന്നെ ഇവരാണ്. ഞങ്ങളുടെ പിന്നാലെ നടക്കണ ഒരാളും കൂടിയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പട്ടികളാണ് കേട്ടോ. മുത്തപ്പൻ്റെ മെയിൻ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പട്ടികളാണല്ലോ. അപ്പോൾ ഈ ഒരു പട്ടിക്കുട്ടൻ നമ്മുടെ പിന്നാലെ നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇവൻ നമ്മൾ ഫോളോ ഒക്കെ ചെയ്യും. ഗൈസ്, വേറൊരു അട്രാക്ഷൻ കൂടി ഉണ്ട്. സാരിയുടെ ഇവിടെ നോക്കൂ, പറശ്ശിനിക്കടവിലേക്ക് വരാൻ വേണ്ടി മാത്രം എടുത്ത സാരി. അതില് മുത്തപ്പനാണോ തെയ്യോ എന്തോ സാധനം ഉണ്ട്. ഇത് എടുത്തപ്പോ തൊട്ട് എന്റെ ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാന്നാണ് കുട്ടി പറഞ്ഞിട്ട് നടന്നത്. അപ്പൊ ഞാൻ എന്തായാലും അത് ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ആരും കാണാൻ ബാക്കിയില്ല. സെറ്റായിട്ടേ എല്ലാവർക്കും എന്റെ സെറ്റ് സാരി ഇഷ്ടമായോ? ഇവിടെ ആക്ച്വലി ഇപ്പം നമ്മുടെ ബാക്കിൽ കാണുന്നതാട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ അമ്പലം. നമുക്കിവിടെ ബാക്കിൽ നല്ല മനോഹരമായ ഒരു നദി ഒഴുകുന്നത് കാണാം. ഇത് ഏത് നദിയാണാവോ? നദി ഏതാണെന്നറിയോ ചേട്ടാ? സോറി, ഓക്കെ, നദി നമുക്കറിയില്ല, ഗൂഗിളിൽ നോക്കി പറഞ്ഞുതരാം. അപ്പം എന്ത് നദിയാണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് ഉള്ളത്. ഐ തിങ്ക് ഇവിടെ വരുന്നവർ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നും തന്നെ കാണുന്നില്ല. നോർമലി ഇപ്പോൾ എവിടെ പോയാലും മൊത്തം അഴുക്കായിരിക്കും. പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ആലപ്പിയിലൊക്കെ ചെയ്യുന്ന. അതെ, അപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങളെന്നൊക്കെ വെച്ചാൽ എറണാകുളത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ ഒരു 8 hours ഒക്കെ ട്രാവൽ ചെയ്ത് 1 day ആയിട്ട് ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തേക്കുമായിരുന്നു. അപ്പം ജസ്റ്റ് അമ്പലത്തിൽ വന്ന് പോകുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റിവറിലോട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒന്ന് കറങ്ങി വരാം. പിന്നെ എന്താന്ന് വെച്ചാൽ സൂര്യൻ നിന്ന് കത്തണുണ്ട്. പ്രശ്നമുള്ളൂ. വീട്ടിലെത്തുമ്പോഴേക്കും ചിലപ്പോൾ കരിഞ്ഞു ഉണങ്ങി തുരുമ്പ കഷ്ണം പോലെയൊക്കെ ആയിപ്പോവും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വൺസ് വരുന്നതല്ലേ ഉള്ളൂ, നമുക്ക് എൻജോയ് ചെയ്യാം. അവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതിന് ഫുഡൊക്കെ കൊടുക്കാം. ഇത് ഏത് പുഴയാന്നറിയോ ചേച്ചി? ഏതിന്റെ? വളവട്ടണം പുഴയുടെ ബാക്കി. ഓക്കെ, വീണ്ടും ബൗബൗസ്. ലോട്ട് ഓഫ് ബൗബൗസ് ആർ സ്ലീപ്പിംഗ് ആൻഡ് വാക്കിംഗ് ഈതർ. അതിമനോഹരമായ വളപട്ടണം പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ആ പുഴയുടെ ഭംഗി അതുപോലെ തന്നെ കാത്ത് സംരക്ഷിച്ച് ഇവർ പോകുന്നുണ്ട്. യാതൊരുവിധ മാലിന്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ആ പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. അതുകൂടാണ്ട് അവിടെ തന്നെ ഈ ബോട്ട് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഈ ഒരു ബോട്ടിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 50 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൈസ നമുക്ക് കൊടുത്താൽ അവർ കുറച്ച് നേരം ഒരു 1 അവർ നമ്മൾ ആ പുഴയുടെ തീരത്തേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ അവിടെ തന്നെ അന്നദാനം ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ വിഭവ സമൃദ്ധമായ ഒരു സദ്യയല്ല, 2 കറികളാണ് അവിടെ ഉണ്ടായിരുന്നത്. സാമ്പാറും അതുപോലെ തന്നെ ഒരു ഓലൻ പോലത്തെ ഒരു കറിയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അവിടുത്തെ പ്രസാദം അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് നമ്മളത് കഴിച്ചത്. പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്, ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് വരികളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന അവർ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. ഞാനും അനിയത്തി മാത്രമാണ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചത്. ബാക്കി ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിള്ളേരൊക്കെ ഉണ്ടായ കാരണം അവർക്ക് ക്യൂ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ നേരെ തിരിച്ചു പോന്നു. വഴിയിൽ വെച്ചിട്ട് നമുക്കൊരു ഹോട്ടലിൽ നമ്മുടെ വണ്ടിച്ചേട്ടനെ നിർത്തി തന്നായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ, കണ്ണൂരിലെ മെയിൻ ഹോട്ടലായ പാരീസ് ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ബിരിയാണി കഴിച്ചത്. പക്ഷെ എന്തോ നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റായിട്ട് തോന്നില്ല. ലെഗ് ഓൺ ബിരിയാണി ആയിരുന്നു. ഓരോരുത്തരുടെ ഫ്ലേവേഴ്സ് വേറെ അല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അങ്ങനെ വരുന്ന വഴിയിൽ നമ്മൾ കോഴിക്കോട് ബീച്ചിലൊന്ന് ഇറങ്ങിയായിരുന്നു. ബീച്ചിലിറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ ഉപ്പിലിട്ട് വെച്ചിരുന്ന സാധനങ്ങളിൽ കുറേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ മാറി മാറി എല്ലാ ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. അതുകൂടാണ്ട് പിന്നെ നമ്മൾ ജ്യൂസ്, പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഉപ്പിലിട്ട സാധനങ്ങളാണ്. എപ്പോൾ ഞാനിങ്ങനെ ബീച്ചിലൊക്കെ പോയാൽ ഉപ്പിലിട്ട സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് എന്തായാലും ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതും നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നല്ല സ്പൈസി ആയിട്ട് തോന്നി. വളരെ കുറച്ച് നേരം മാത്രമാണ് നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തത്. പിറ്റേ ദിവസം എല്ലാവർക്കും ജോലിക്കൊക്കെ പോകുന്നത് കാരണം നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പോണ വഴിക്ക് ഇത് കണ്ട ഈ ഒരു മനോഹരമായ കാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫറൂഖ് എന്നാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേര്. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.